2008 ലോകത്തെ നടുക്കിയ അനേക കുടുംബങ്ങളെ അനാഥത്വത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവീഴ്ത്തിയ കാണ്ടമാൽ കലാപത്തെ നാം മറന്നിട്ടുണ്ടാവില്ല. അന്ന് ആ കലാപത്തിൽ ഇരകളായവരും അവരുടെ ബന്ധുക്കളും അനുഭവിച്ചത് എണ്ണമറ്റ നൊമ്പരങ്ങളാണ്. എങ്കിലും അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും തങ്ങളുടെ കൂടെയുണ്ടായിരുന്നുവെന്ന് ഏറ്റുപറയുകയാണ് പ്രിഷ്യസ് ബ്ലഡ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ മോളി. ശത്രുകരങ്ങൾക്ക് ഉപദ്രവിക്കാൻ കഴിയാത്ത വിധം തീപ്പന്തങ്ങളുമായി ഊരു ചുറ്റുന്ന കാവൽ മാലാഖമാരെ നാട്ടുകാരും നേരിൽ കണ്ടുവത്രേ. 2008 ഓഗസ്റ്റ് 23 ഈ ലക്ഷ്മണാനന്ദയുടെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലും ജുബോയുടെ കമ്മ്യൂണിറ്റിയിലും സുപ്പീരിയർഷിപ്പ് എടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മിഷൻ ഡെലിഗേറ്റ് സിസ്റ്റർ ബെർട്ടില കുന്നത്തൂർ വരാമ്പൂരിൽ നിന്ന് വേറൊരു സിസ്റ്റർ മരിയും കൂടി വന്നായിരുന്നു. അപ്പോൾ അവർ സുപ്പീരിയർഷിപ്പിൻ്റെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സിസ്റ്റർ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോഴാണ് ഈവനിങ്ങിൽ ഇത് സംഭവിക്കുന്നത്, ഓഗസ്റ്റ് 23. അപ്പോൾ ഇങ്ങനെ മരണവാർത്ത അറിഞ്ഞപ്പോൾ സിസ്റ്ററിന് തോന്നി ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, അവർ ഉറപ്പായിട്ട് സ്ട്രൈക്ക് നടത്തുമെന്ന് ഉറപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ഒരു 2 മണി രാത്രിയോടുകൂടി എഴുന്നേറ്റ് ഇവിടുന്ന് പോയി. അപ്പോൾ ഇടയ്ക്കിട്ട് സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്ററിനെ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇതായി. ഇവിടെ ഞങ്ങൾ കൊട്ടുകൂട എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 25 കിലോമീറ്റേഴ്സാണ് ഈ ലക്ഷ്മണാനന്ദയുടെ ആശ്രമത്തിലേക്കുള്ളത്. ഏറ്റവും അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ അവർ ഡേറ്റ് ഇട്ട് ബലികുട ഒരു ദിവസം, കൊട്ടകുട ഒരു ദിവസം, ജുബൂട, അങ്ങനെ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്താണ് എല്ലാം വന്നത്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി 2000-ഓളം മനുഷ്യരെ അവർ പ്രിപ്പയർ ചെയ്ത് എല്ലാം കൊണ്ടുവന്നപ്പോൾ ഇവിടെ മാർക്കറ്റിലെ ആളുകൾ, ഇപ്പം നമ്മൾ ഇവിടെ മാർക്കറ്റിൽ ചിന്നാരി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, പിന്നെ ഇവിടുത്തെ ലോക്കൽസുമായിട്ട് അന്നുണ്ടായിരുന്ന സിസ്റ്റേഴ്സിന് നല്ല റാപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ബിൽഡിങ് നടക്കുമ്പോൾ അവിടേക്കുള്ള സിമെൻറ്റ്, മെറ്റല്, പിന്നെ കമ്പി, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ കുട്ടികൾക്കുള്ള അരി, ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ലോക്കൽസിൻ്റെ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ സിസ്റ്റേഴ്സിനെ ഇവിടെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവർ തടഞ്ഞു എന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ എന്നാലും സിസ്റ്റേഴ്സ് പേടിച്ചിട്ട് നമ്മുടെ CM ഫാദേഴ്സിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ലാസ്റ്റ് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു കുഴി പോലെ കുത്തി അവരവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തെന്നാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം കുഴിയിലിങ്ങനെ പകലവർ പുറത്ത് ഇറങ്ങും, പിന്നെ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാറാൻ പറ്റില്ലല്ലോ, അതനുസരിച്ച് അവർ അങ്ങനെ സേഫായിട്ട് ഇരുന്നു എന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത്. പിന്നെ 2 കുട്ടികൾ, പോൾ പട്ടമാജി, അവനിന്നൊരു പ്രീസ്റ്റാണ്, ജുബോഡയിലുള്ള, അന്ന് ഇവർ ഹോസ്റ്റൽ ബോയ് ആയിരുന്നു. പിന്നെ ഫ്രാൻസിസ് പട്ടമാജി എന്ന് പറഞ്ഞാൽ ഈ 2 കുട്ടികൾ ഇവരുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അവർ അറ്റൻഡ് ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ന്യൂസ് എല്ലാം കളക്ട് ചെയ്ത് സിസ്റ്റേഴ്സിനോട് വന്ന് കൊടുക്കും. ഒപ്പം തന്നെ സിസ്റ്റേഴ്സിനുള്ള ഫുഡെല്ലാം ഇവരാണ് പുറത്തു പോയി ഭക്ഷണം സംഘടിപ്പിച്ച് ഇവർക്ക് സിസ്റ്റേഴ്സിന് കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഞാനിത് ബരാമ്പൂരായിരുന്നു, പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ വായന എപ്പോഴും കേട്ടേക്കുന്ന 2 പേരുകളാണ് ഫ്രാൻസിസ് എന്നും പോൾ പട്ടമാജി എന്നും. പോൾ പട്ടമാജി ഇപ്പോൾ പ്രീസ്റ്റായി. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ, ഇവിടുത്തെ ലോക്കൽസ് ജനങ്ങൾ പറഞ്ഞത്, സിസ്റ്ററെ ഇതിൻ്റെ അകത്ത് ആളുകളുണ്ടായിരുന്നു എന്ന്. ആളുകളെന്ന് പറഞ്ഞാൽ ഒരു പന്തം പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഡിസ്റ്റർബ്ഡ് ആയപ്പോൾ ഏറ്റവും ക്ലോസ് ഞങ്ങൾ DCPB സിസ്റ്റേഴ്സിൻ്റെ ഈ കോൺവെൻ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കേണ്ടത് നമുക്കാണ്. അപ്പോൾ ബരാമ്പൂർ ഞങ്ങൾ കോൺവെൻറ്റിലായാലും എല്ലാ ദിവസവും തന്നെ നൈറ്റ് വിജിലായിരുന്നു. നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് കരച്ചിൽ തന്നെയായിരുന്നു. കാരണം 2 കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം മിഖായേൽ ദൂതനെ വിട്ടതായിരിക്കാം. അതുകൊണ്ട് എന്തോ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണമാണെന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിക്കണം. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ എല്ലാ സിസ്റ്റേഴ്സും അന്നും ഇന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഇവിടെ ഇവർ വന്നു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇവർ എന്തെങ്കിലും ചെയ്തു എന്ന് അവർക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞങ്ങളുടെ ഒരു സ്വിച്ച് ബോർഡ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി. വേറെ ഒന്നും നമുക്കിവിടെ പറ്റിയില്ല. അതൊരു ഭയങ്കര മിറക്കിളാണ്. കാരണം ബലികുടയൊക്കെ ഒത്തിരി ദൂരമുണ്ട്. ഈ ലക്ഷ്മണാനന്ദയുടെ ഇതിൽ നിന്ന് നമുക്കാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് കൊട്ടകുട. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പ്രത്യേകം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമായിട്ട് തന്നെ കാണുന്നു.